കീഴിൽ ഒതുങ്ങി നിന്നു കൊടുക്കുക എന്നത് അവസാനിപ്പിക്കണം. ആ 4 ഫിഖ്ഹിന്റെ കിതാബുകളും അത് അങ്ങോട്ട് മാറ്റിവെക്കണം. പള്ളി ദർസുകളിൽ അതിനെ പഠിപ്പിക്കരുത്, യൂണിവേഴ്സിറ്റികൾ അതിനെ പഠിപ്പിക്കരുത്, അറബി കോളേജുകളിൽ അത് വേണ്ട. നോക്കൂ, നിങ്ങൾ ഹജ്ജിന് ചെല്ലുന്ന സന്ദർഭത്തിൽ ഫിഖ്ഹിയായ അറിവുകളില്ലാത്തതിന്റെ പേരിൽ അവിടെ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന നിരവധി ആളുകളുടെ നിസ്കാരത്തിന്റെ സാമ്പിള്, അവർ കാട്ടിക്കൂട്ടുന്ന രംഗങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കും. എന്തുകൊണ്ട് അവരെങ്ങനെയൊക്കെ ചെയ്യുന്നു? അവർക്കാരും വഴികാട്ടികളില്ല. മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ കിതാബിൽ നിന്നുകൊണ്ട് ഒരു കൃത്യമായ രൂപത്തിൽ നിസ്കാരമോ മറ്റ് ചടങ്ങുകളോ നിർവഹിക്കാൻ അവർക്കറിയില്ല. കാരണം നജിദിന്റെ സന്തതികൾക്ക് എവിടെയൊക്കെ വേരോട്ടമുണ്ടായോ അവിടങ്ങളിൽ നിന്നെല്ലാം അവർ ഫിഖ്ഹിനെ ഉച്ചാടനം ചെയ്തു, കർമ്മശാസ്ത്രത്തെ ഉച്ചാടനം ചെയ്തു. കർമ്മശാസ്ത്രം എന്ന് വെച്ചാൽ ഇപ്പോൾ പറയുമ്പോൾ ഈ 4ൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇമാമിങ്ങളുടെ കിതാബുകളിൽ ഉള്ളത് പഠിക്കുക, പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഉച്ചാടനം ചെയ്തു. തഖ്ലീദേ വേണ്ട, കിതാബുകളെ വേണ്ട, ഫിഖ്ഹിന്റെ കിതാബുകളെ വേണ്ട എന്ന് തീരുമാനിച്ചു. അതിന്റെ തിക്തഫലം മക്കത്ത് ചെല്ലുന്ന സന്ദർഭത്തിൽ നിസ്കരിക്കുന്ന രംഗം കാണുമ്പോഴുള്ള നമ്മുടെ വേദനയിൽ ഒതുങ്ങി നിന്നില്ല എന്നാണ് ലോക സാമ്പത്തിക മാന്ദ്യം തെളിയിക്കുന്നത്. എന്താകുന്നു സുഹൃത്തുക്കളെ വർത്തമാന സമയത്ത് ലോകം സാമ്പത്തികമായി തകരുന്നതിലേക്ക് വഴിവെച്ചത്? പെട്രോളിന്റെ കുറവല്ല, പ്രകൃതി ഗ്യാസിന്റെ, വാതകത്തിന്റെ കുറവല്ല. അടിസ്ഥാനപരമായ കാരണം ലോകം മുഴുക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ നിലവിൽ വന്നതാണ്. ഇന്ത്യയിൽ 24 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്. അതിൽ സുപ്രധാനമായ ഒന്നാണ് കൊച്ചിയിലുള്ളത്. തുടക്കം കുറിക്കുന്നത് വാൾ സ്ട്രീറ്റിൽ നിന്നാണ്, അമേരിക്കയിൽ. അതിനുശേഷം യൂറോപ്പിലേക്ക് പടർന്നു, ഇന്ത്യയിലുമെത്തി. ഇന്ന് ലോകത്തിന്റെ സാമ്പത്തിക ചക്രം കറക്കുന്നത് ഈ ഓഹരി വിപണിയാണ്. ആ ഓഹരി വിപണികളുടെ ആഗമനമാണ് വർത്തമാന സമയത്ത് സാമ്പത്തികമായ കൂപ്പുകുത്തലിലേക്ക് വഴിവെച്ചിട്ടുള്ളത്. 4ൽപ്പെട്ട ഒരു ഇമാമിനെ തൊണ്ട തൊടാതെ വിഴുങ്ങി മാത്രമേ നഅം ലാ കാൽ മുന്നോട്ട് വെക്കാൻ പാടുള്ളൂ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അർത്ഥശങ്കക്കിടമില്ലാതെ പറയുമ്പോൾ കടുത്ത ഹൃദയത്തിന്റെ ഉടമകളായ ആളുകൾ അങ്ങനെ ഒരു ഇമാമിന്റെ വാലായി നിൽക്കാനൊന്നും നമ്മെ കൊണ്ട് വയ്യ, ആരും അതിന് മുതിരേണ്ടതില്ല, എല്ലാവരും അവനവന്റെ കാലിൽ നിന്ന് തുള്ളിക്കൊള്ളുക എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നു. ആ അവസരത്തിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പൊങ്ങുന്നു എന്ന് മാത്രമല്ല, അവിടെ ചെന്ന് തപസ്സരിക്കാൻ കോടിക്കണക്കിൽ യുവാക്കന്മാരും മധ്യവയസ്കരും തയ്യാറാവുന്നു. മനുഷ്യന്റെ അധ്വാനം എന്ന് പറയുന്ന മനുഷ്യോർജം, മാൻ പവർ, അത് സ്ക്രീനിന്റെ മുമ്പിൽ പാഴായി പോകുന്നു. അവിടെ ഊഹക്കച്ചവടം നടക്കുന്നു, ചൂതാട്ടം നടക്കുന്നു. പണ്ഡിതന്മാരെ കയറി വന്നിട്ട് പറയും, ചിന്തിച്ചോളൂ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുക, അല്ല മഹാനവറുകളെ, ഞങ്ങൾക്ക് തിരിയില്ല, സാമ്പത്തിക തലം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല, ആകയാൽ അങ്ങൊന്ന് പറഞ്ഞേക്കൂ. ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും ഇസ്തിംബാത്ത് ചെയ്ത് പറയുന്ന ആളല്ലയോ നിങ്ങൾ? ആയതുകൊണ്ട് ഞങ്ങളുടെ സാമ്പത്തിക തലം എങ്ങനെ കൈകാര്യം ചെയ്യണം അങ്ങൊന്ന് പറഞ്ഞേക്കൂ. മഹാൻ ചോദിക്കും, ഞാൻ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ തയ്യാറാണോ? ഓക്കെ, തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊള്ളാം, കാരണം കേൾപ്പില്ലല്ലോ പിന്നെ എന്നായിരിക്കും പറയാം. ഒരാൾ ഒരു സാധനം വിൽക്കുകയാണെങ്കിൽ ആ വിൽക്കുന്നത്
വിൽക്കുന്നവനും കണ്ടിരിക്കണം, കൊള്ളുന്നവനും കണ്ടിരിക്കണം. കാണാത്ത ഒരു സാധനത്തെ ഊഹത്തെയും സങ്കല്പത്തെയും ആസ്പദമാക്കി വിൽപ്പന നടത്താൻ പാടുള്ളതല്ല. അഥവാ വിൽപ്പന നടത്തിയാൽ ആ വിൽപ്പന അസാധുവാണ്. എത്രത്തോളം? ഒരു വയല്, ഒരേക്കർ വയല്, അത് വിൽപ്പന നടത്തുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ കൊള്ളാൻ വിചാരിച്ച ആൾ അവിടെ ചെന്നു കാണുന്നതിന് വേണ്ടി. സംഗതി വച്ചാൽ ഇന്നലെ പെയ്ത മഴയ്ക്ക് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. അത് കലങ്ങിയ വെള്ളവുമാണ്. ഒരേക്കർ വയലിന്റെ 4 ഭാഗവും മതിലുകളിലൂടെ നടന്ന് ഫുൾ വയൽ കണ്ടു. തിരിച്ചു വന്ന് കച്ചവടം നടത്താൻ തീരുമാനിക്കുമ്പോൾ, ഈജാബ് കബൂലിന് ഒരുങ്ങുമ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയും, പാടില്ല, പാടില്ല, നിന്റെ കാഴ്ച കാഴ്ചയായിട്ടില്ല. ഇനി എന്തു ചെയ്യണം ഉസ്താദേ? മറുപടി, ഒന്നുകിൽ വെള്ളം വറ്റട്ടെ, അല്ലെങ്കിൽ വെള്ളം തെളിയുമോ എന്ന് നോക്കുക. കലങ്ങിയ വെള്ളത്തിലൂടെ നിന്റെ വയലിന്റെ കാഴ്ച അതൊരു കാഴ്ചയേ ആയിട്ടില്ല. തെളിഞ്ഞ വെള്ളത്തിലൂടെയോ അതല്ലെങ്കിൽ വെള്ളം വറ്റിയിട്ടോ നഗ്നനേത്രം കൊണ്ട് നീ അത് ഫുൾ കണ്ടതിന് ശേഷം മാത്രമേ, രണ്ടുപേരും കാണണം, വിൽക്കുന്നവനും കാണണം. പലപ്പോഴും അവനവന്റെ ഉപ്പായുടെ അനന്തരാവകാശ സ്വത്ത് കിട്ടിയത് മലമുകളിലായതുകൊണ്ട് ഇതുവരേക്കും കാണാതെ നിൽക്കുന്ന മക്കൾ ആധാരപ്രകാരം അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാറുണ്ട്. കൊള്ളാൻ വിചാരിച്ചവൻ പോയി കണ്ടു, മകന് തിരക്കായതുകൊണ്ട്, അവൻ ബിസിനസ്മാൻ ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല, നിങ്ങൾ തരുന്നത് തന്നേക്ക് എന്നും പറഞ്ഞുകൊണ്ട് കച്ചവടം. അവിടെയും പറയും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, കൊള്ളുന്നവൻ മാത്രം കണ്ടാൽ പോരാ, വിൽക്കുന്നയാളും പോയി കണ്ടേ പറ്റൂ. എന്നെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ തയ്യാറുണ്ടോ? അത് തയ്യാറാണ്. എന്നാൽ അത് മാത്രമേ വിൽപ്പന പാടുള്ളൂ. കാണാത്തൊരു സാധനം വിൽക്കാൻ പാടുള്ളതല്ല. ഞാനും നിങ്ങളും എനിക്ക് ഇമാം ഷാഫിയെ വേണ്ട, അല്ലെങ്കിൽ അബൂ ഹനീഫ തങ്ങളെ വേണ്ട, ആരെയും വേണ്ട, ഞാൻ എന്റെ കാര്യം നോക്കാൻ മതിയായവനാണ് എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ മറിച്ചാൽ വളരെ സിമ്പിളായിട്ട് കാണാം, കുഴപ്പമില്ല. കാരണം എന്താ, ആയത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ, അഹല്ലല്ലാഹുൽ ബൈഅ. അല്ലാഹു തആല അത്രേ പറഞ്ഞിട്ടുള്ളൂ, അഹല്ലല്ലാഹുൽ ബൈഅ. പടച്ച തമ്പുരാൻ കച്ചവട പരിപാടി ഹലാലാക്കി തന്നിരിക്കുന്നു. വീണ്ടും വീണ്ടും മറിച്ചു നോക്കി, അതെന്നെ കാണുന്നത് അഹല്ലല്ലാഹുൽ ബൈഅ. ഇതൊരു കച്ചവടമല്ലേ? ഊഹക്കച്ചവടം ഒരു കച്ചവടമല്ലേ? കലങ്ങിയ വെള്ളത്തിന്റെ അടിയിലൂടെയുള്ള വയലിന്റെ കാഴ്ച അതൊരു കാഴ്ച തന്നെയല്ലേ? അപ്പൊ അതും അല്ലാഹു പറഞ്ഞ അൽബയിൽ പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് സാധുവാണ് എന്നേ എനിക്ക് തിരിയുള്ളൂ. അതെന്റെ കാഴ്ചയുടെ കമ്മി കൊണ്ടാണ്. അല്ലാഹുവിന്റെ അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്ന് പറയുന്ന ആയത്തും അതോടൊപ്പമുള്ള മറ്റുള്ള ആയത്തുകളും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ലക്ഷക്കണക്കായ ഹദീസുകളും ഒരൊറ്റ സമയത്ത് താഴെയും മുകളും ഇരുന്നു കൊണ്ട് അവഗാഹ പഠനം നടത്തുമ്പോൾ ഇമാം ഷാഫി തങ്ങളുടെ മെമ്മറിയിലേക്ക് ഇങ്ങനെ ഊറി വരും, കടന്നു വരും, ഈ കച്ചവടം സാധുവല്ല, സാധുവല്ല. എനിക്കാണെങ്കിലോ അഹല്ലല്ലാഹുൽ ബൈഅ മാത്രമേ കിട്ടുകയുള്ളൂ. ലോകം എന്തു ചെയ്തു? തീവ്രതയുള്ള മനസ്സിന്റെ ഉടമകൾ, കടുപ്പം കൂടിയ മനസ്സിന്റെ ഉടമകൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെയുള്ള ആളുകളെയും തട്ടിത്തെറിപ്പിച്ച് മാറ്റിയപ്പോൾ അഹല്ലല്ലാഹുൽ ബൈഅ മാത്രം കണ്ട് അതനുസരിച്ചുകൊണ്ട് ജനം കുതിച്ചൊഴുകി. എവിടേക്ക്? സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലേക്ക്. രാവിലെ തൊട്ട് അടക്കുന്നത് വരേക്കും അവിടെ തന്നെ